നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ. ഈ സിനിമയുടെ 100ാം ദിന ആഘോഷ ദിനത്തിനാണ് നായകൻ പ്രേംകൃഷ്ണൻ ജനിക്കുന്നത്. ഈ ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന ചിത്രത്തിന്റെ ഓഡിയോ പ്രകാശന ചടങ്ങ്. വൻ താരനിരയാണ് ചടങ്ങിനെത്തിയത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ താരങ്ങളുടെ സംഗമം കൂടിയായിരുന്നു വേദി. മോഹൻലാൽ, ശങ്കർ, പൂർണിമ ഭാഗ്യരാജ് എന്നിവരും ചടങ്ങിനെത്തിയിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. തന്റെ ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ ഓർമ്മകൾ മോഹൻലാൽ പങ്കുവച്ചു. ആ സിനിമയിലെ ഞാൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ആരെയും കിട്ടാതെ അവസാന ദിവസമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അതിന് ഞാൻ അല്ല അതിൻ്റെ ആപ്ലിക്കേഷൻ അയച്ചത്. ഞാൻ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ നിർബന്ധിക്കുകയും ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10 രൂപ നോട്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തപ്പോൾ അയാൾ ചില്ലറ വാങ്ങിച്ചുകൊണ്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു ബാഡ് ഒമനാണ് എന്ന് പറഞ്ഞ് ഞാൻ അയച്ചു എന്ന് കള്ളം പറയുകയും പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സ്കൂട്ടറിൽ നിന്ന് കണ്ടെത്തുകയും അവരെ കഴിക്കുകയും അതിൻ്റെ ലാസ്റ്റ് ദിവസമാണ് എന്നെ വിളിച്ചത്. മോഹൻലാൽ സംവിധായകൻ ലാൽ ജോസിന് CD കൈമാറിയാണ് ചിത്രത്തിന്റെ ഓഡിയോ പ്രകാശനം ചെയ്തത്. തന്റെ പിതാവിന്റെ ആദ്യ ചിത്രത്തിലെ താരങ്ങളെ ആദരിച്ചുകൊണ്ട് താൻ നായകനാകുന്ന ചിത്രത്തിന്റെ പാട്ടുകൾ പുറത്തിറക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് ഫഹദ് ഫാസിൽ പറഞ്ഞു. ഞാൻ വാപ്പയുടെ പടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. സിബി സാറിനൊക്കെ അറിയായിരിക്കും, അത് റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്നൊരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. ജിജു സാർ ആദ്യം വായിച്ചു അത്, എന്നിട്ട് വാപ്പാടൊക്കെ പറഞ്ഞു. എനിക്കിപ്പോഴും ആ ഷോർട്ട് സ്റ്റോറി റീവർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള സമയത്താണ് ഇങ്ങനൊരു പ്രോജക്റ്റ് വരികയും അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവുകയൊക്കെ ആയത്. നവാഗതനായ അഭിജിത്താണ് ചിത്രത്തിലെ പാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ നായിക കമാലിനി മുഖർജി, സംവിധായകരായ സിബി മലയിൽ സിദ്ദിഖ്, മമത മോഹൻദാസ്, കുഞ്ചാക്കോ ബോബൻ എന്നിവർ ചിത്രത്തിന് ആശംസകൾ നേർന്നു. ആസിഫ് അലി നായകനായ കിളിപോയി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചായിരുന്നു കൊച്ചിയിൽ നടന്ന മറ്റൊരു ചടങ്ങ്. മോഹൻലാലായിരുന്നു ഇവിടെയും മുഖ്യാതിഥി. നടനും സംവിധായകനുമായ ലാലിന്റെ മകൻ ജീൻ പോൾ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഹണിബി എന്ന ചിത്രത്തിനും അതേ വേദിയിൽ തുടക്കമായി. ആസിഫ് അലിയും ഭാവനയുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഇന്ത്യ വിഷൻ.